നമസ്തേ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവകഥയിൽ ലോകമൊട്ടുക്കുമുള്ള വിഗ്രഹ ആരാധകരും ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ വെച്ച് അതിൽ പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ധാരാളം ആൾക്കാർക്ക് സംശയ നിവാരണം വരുത്തുന്ന സ്വാമി വിവേകാനന്ദൻ്റെ ഒരു അനുഭവകഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. സ്വാമി വിവേകാനന്ദൻ വളരെ പ്രശസ്തനായി കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ അദ്ദേഹം ഭാരത പര്യടനം നടത്തുന്ന വേളയിൽ അദ്ദേഹത്തിന് അമേരിക്കയിലെ ചിക്കാഗോയിൽ നിന്ന് ലോക മത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ക്ഷണമുണ്ടായി. അദ്ദേഹം ആ ക്ഷണം സ്വീകരിക്കുകയും അതിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയും ചെയ്തു. വളരെ സാമ്പത്തിക ചെലവുള്ള ഒരു കാര്യമായതിനാൽ അദ്ദേഹം പണത്തിന് വേണ്ടി മൈസൂർ രാജാവിനെ സമീപിച്ചാലോ എന്ന് ആലോചിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയെ മൈസൂർ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു വിടുകയും അദ്ദേഹത്തോട് മേൽപ്പറഞ്ഞ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. മൈസൂർ രാജാവ് സ്വാമി വിവേകാനന്ദന് ചിക്കാഗോയിൽ പോകുന്നതിനാവശ്യമുള്ള പണം നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. കൂടാതെ രാജാവ് സ്വാമി വിവേകാനന്ദനെ മൈസൂർ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ മൈസൂർ കൊട്ടാരത്തിലെത്തിയ സ്വാമിയെ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുകയും ചെയ്തു. രാജസദസ്സിൽ അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് ധാരാളം പണ്ഡിതന്മാർ അദ്ദേഹത്തിന് അനുമോദന പ്രസംഗം നടത്തുകയും ചെയ്തു. ഈ വേളയിൽ മൈസൂർ രാജാവിനുണ്ടായ ഒരു സംശയം അദ്ദേഹം സ്വാമിയോട് ഉണർത്തിക്കുകയും ചെയ്തു. സ്വാമി, എന്തു തന്നെ ആയാലും ഹിന്ദുക്കളുടെ വിഗ്രഹ ആരാധനയും ചിത്രം വെച്ചുള്ള ഈ ആരാധനകളും ശരിയാണോ സ്വാമി എന്ന് ചോദിച്ചു. സ്വാമി അപ്പോൾ ഇതെല്ലാം പ്രതീകങ്ങളാണെന്നും അതിൻ്റെ പുറകിലുള്ള യഥാർത്ഥ കാര്യങ്ങളാണ് അതിൻ്റെ പ്രാധാന്യമെന്ന് രാജാവിനെ ബോധിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്തുകൊണ്ടോ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കാര്യങ്ങളൊന്നും രാജാവിന് യഥാർത്ഥത്തിൽ മനസ്സിലായില്ല. അദ്ദേഹം വീണ്ടും അതേ ചോദ്യം തന്നെ വീണ്ടും ആവർത്തിച്ചു. സ്വാമി വിവേകാനന്ദൻ ഒരവസരത്തിൽ ഉത്തരം മുട്ടിപ്പോയി എന്ന് തന്നെ പറയാം. അദ്ദേഹം കണ്ണടച്ച് അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീ രാമകൃഷ്ണ പരമഹംസരെ മനസ്സാൽ ധ്യാനിച്ചു. അതിനുശേഷം അദ്ദേഹം കണ്ണു തുറന്ന് നോക്കുമ്പോൾ രാജാവിരിക്കുന്ന സദസ്സിലെ രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ പിതാവായി ആ രാജ്യം ഭരിച്ച രാജാവിൻ്റെ ചിത്രം ആലേഖനം ചെയ്തു വച്ചിരിക്കുന്നു. അപ്പോൾ രാജാവിൻ്റെ സമീപത്തുണ്ടായിരുന്ന ഭൃത്യനോട് ആ ചിത്രമിങ്ങെടുക്കാൻ സ്വാമി വിവേകാനന്ദൻ നിർദ്ദേശിച്ചു. എന്തുകൊണ്ടോ
രാജാവിൻ്റെ അനുവാദമില്ലാതെ ആ ചിത്രം ചുവരിൽ നിന്നെടുക്കാൻ ആ ഭൃത്യൻ തയ്യാറായില്ല. അദ്ദേഹം നിസ്സഹായനായി രാജാവിനെ നോക്കി. രാജാവ് ചിത്രമെടുത്തുകൊള്ളാൻ ആംഗ്യം കാണിച്ചു. അങ്ങനെ ആ ചുവരിൽ ഉറപ്പിച്ചിരുന്ന ആ രാജാവിൻ്റെ പിതാവിൻ്റെ ചിത്രം ഭൃത്യനെടുക്കുകയും ചെയ്തു. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ വീണ്ടും പറഞ്ഞു, ആ ചിത്രം ഒന്ന് നിലത്ത് വെക്കൂ. അപ്പോൾ വീണ്ടും ഭൃത്യന് സംശയമായി, അയ്യോ, ഈ അച്ഛൻ രാജാവിൻ്റെ ചിത്രം താഴെ വെക്കുകയും വീണ്ടും അദ്ദേഹം സംശയത്തോടെ രാജാവിനെ നോക്കി. രാജാവ് വീണ്ടും അനുവാദം കൊടുത്തു ചിത്രം താഴെ വെക്കാൻ. അപ്പോൾ ആ ഭൃത്യൻ താഴെ വീണ്ടും ചിത്രം വെച്ചു. അതിനുശേഷം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, താങ്കൾ ആ ചിത്രത്തിൽ തുപ്പ്. ആ ഭൃത്യൻ വളരെ കോപാകുലനായെന്ന് മാത്രമല്ല, സ്ഥലകാലബോധം അദ്ദേഹത്തിന് നഷ്ടപ്പെടുത്തി. അദ്ദേഹം സ്വാമി വിവേകാനന്ദനോട് ചോദിച്ചു, താങ്കളൊരു സന്യാസിയാണ്, ഇതാരാണെന്നറിയാവോ? ഈ രാജ്യം ഭരിച്ച, ഈ ഇരിക്കുന്ന ഈ രാജാവിൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ ചിത്രമാണ്. അതിൽ തുപ്പാൻ പറഞ്ഞ താങ്കളെ ഞാൻ സന്യാസിയാണോ എന്ന് പോലും സംശയിക്കുന്നു എന്നാണ് ആ ഭൃത്യൻ പറഞ്ഞത്. രാജസദസ്സ് മൊത്തം സ്തബ്ധനായിപ്പോയി. ഒരാൾ മാത്രം ഇതെല്ലാം കണ്ട് ഊറിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് സ്വാമി വിവേകാനന്ദനായിരുന്നു. അദ്ദേഹം രാജാവിനോട് ചോദിച്ചു, രാജാവേ, ഇത് അങ്ങയുടെ പിതാവല്ലല്ലോ. ഇത് ഈ ഭൃത്യനും അങ്ങയ്ക്കും ഈ സദസ്സിലിരിക്കുന്നവർക്കും എല്ലാം അറിയാം. പക്ഷേ ആ ചിത്രം പ്രചോദിപ്പിക്കുന്നത് ഈ സിംഹാസനത്തിലിരുന്ന് ഭരിച്ച അങ്ങയുടെ പിതാവിനെയാണ്. അതേപോലെ എല്ലാ വിഗ്രഹങ്ങൾക്കും, അതേപോലെ ദേവീദേവന്മാരുടെ ചിത്രങ്ങൾക്കും പിറകിൽ വലിയൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പമാണ് എല്ലാം. രാജാവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. സ്വാമി വിവേകാനന്ദൻ്റെ പാദവൃന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ഈ വിലപ്പെട്ട കഥയും അതിൻ്റെ പിറകിലുള്ള അറിവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.